നമ്മളാരും തന്നെ അഡ്വർടൈസ്മെന്റ് കാണാൻ വേണ്ടി താല്പര്യപ്പെടാറില്ല, അവിടെ നിൽക്കാറുമില്ല. എന്താന്ന് വെച്ചാൽ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈലിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, നമ്മൾ അത് എങ്ങനെയെങ്കിലും ഒരു സ്കിപ്പ് അടിച്ച് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ടെൻഡൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഹോർഡിങ്സ് അല്ലെങ്കിൽ ഔട്ട്ഡോർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടു, അത് ജസ്റ്റ് ഒരു വട്ടം നമ്മൾ നോക്കും, അത് വായിച്ചു നോക്കും, നമുക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കാറേ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആൾക്കാര് ഈ പറയുന്ന 1 മന്തിലോട്ടും 1 ഇയറിലോട്ടും സെയിം ക്രിയേറ്റീവ് ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അഡ്വർടൈസിങ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതില് പിന്നെ എങ്ങനെ സ്ട്രാറ്റജീസ് ആയിട്ട് ചെയ്യാന്നാണ് ഈ വീഡിയോയുടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്തു, ആ ക്യാമ്പയിന്റെ അകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ഇടുമ്പോഴുള്ള യൂസ് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിനെ കാണിച്ചു, ആ കസ്റ്റമറിന്റെ സെയിം വേറൊരു ക്രിയേറ്റീവ്, നമ്മുടെ ബിസിനസിന്റെ വേറൊരു ക്രിയേറ്റീവ് കൂടെ കാണിക്കുമ്പോൾ അത് റീടാർഗറ്റിംഗ് ആയിട്ട് നമ്മുടെ ബിസിനസിന്റെ സ്റ്റോറി പറയുന്ന രീതിയിൽ നമുക്കത് റീടാർഗറ്റിംഗ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഓഫ്ലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഓഫ്ലൈൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ക്രിയേറ്റീവ് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. ഒരു 1 ഇയറിലോട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ക്യാമ്പയിൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ഏകദേശം 3 months കൂടുമ്പോൾ നമ്മൾ അതിന്റെ സ്കിൻ എന്ന് പറയുന്നത് അതിന്റെ ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നോട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും പ്രൈമറി ആയിട്ടുള്ള ടെക്സ്റ്റ്, പ്രൈമറി ആയിട്ടുള്ള എന്താണ് മെയിൻ ആയിട്ട് നിൽക്കുന്ന ആ ടെക്സ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ക്യാമ്പയിൻസിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്രാൻഡ് അംബാസഡർ ഏതാണോ ആ ഒരു ബ്രാൻഡ് അംബാസഡർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ക്രിയേറ്റീവ്സിനും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് ആ സ്റ്റോറി കറക്റ്റ് ആയിട്ട് നമ്മുടെ പിന്നെ ക്ലയൻസിനോട് പറയാൻ പറ്റുകയും ചെയ്യും, അതൊരു ബ്രാൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്രിയേറ്റീവ് തന്നെ നിങ്ങൾ ചെയ്തു പോകാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് പറയാൻ വേണ്ടി ഉള്ളത്. അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള അഡ്വർടൈസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആണ്. താങ്ക് യു.